എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മളെ വണ്ടികളുടെ ടയറിലൊക്കെ എയർ ഫില്ല് ചെയ്യാൻ നമ്മൾക്ക് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു അടിപൊളി ടയർ ഇൻഫ്ലേറ്റേഴ്സാണ്. അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത് ഫ്ലിപ്കാർട്ടിൻ്റെ ഓൺ പ്രോഡക്റ്റാണ്. ഇത് വന്നിരിക്കുന്ന ബോക്സ് ഇങ്ങനെയാണ്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ മാക്സിമം പ്രഷർ 120 PSI ആണ്. അതേപോലെ തന്നെ MRP ഇവിടെ കാണിച്ചിരിക്കുന്നത് 299 ആണ്. മെയ്ഡ് ഇൻ ചൈനയാണ്. ചൈനയിൽ നിന്ന് ഇവർ ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ സെയിൽ നടത്തുന്നതാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ആദ്യമേ പറയുന്നു, ഇതിന് വാറണ്ടിയും കാര്യങ്ങളൊന്നുമില്ല. ഓപ്പൺ ബോക്സ് ആണ്. വരുമ്പോഴേ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വാങ്ങിക്കുക. 7 days റിട്ടേൺ ഉണ്ട്. ആ കാര്യം കൂടി നോക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 7 daysനുള്ളിൽ റിട്ടേൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നത്. നമ്മുടെ മെഷീനുണ്ട്, അതേപോലെ തന്നെ യൂസർ മാനുവലുണ്ട്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വ്യക്തമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. 12 വോൾട്ട് DC, 120 വാട്ട്സ്, മാക്സിമം കറണ്ട് 10 amps, 120 PSI, മൊത്തം വെയിറ്റ് 800 grams. ബോക്സിൽ വേറെ വന്നിരിക്കുന്നത് ഒരു സ്പെയർ ഫ്യൂസാണ്. ഇത് നിർബന്ധമായും നിങ്ങൾ കയ്യിൽ വയ്ക്കണം. എവിടെയാണോ ഉപയോഗിക്കുന്ന സമയത്ത് ഈ സാധനം കയ്യിലുണ്ടായിരിക്കണം. ഈ ഫ്യൂസ് 10 amps-ൻ്റെയാണ്. 10 amps നിങ്ങൾക്ക് ഒരെണ്ണം വാങ്ങിച്ച് കയ്യിൽ വെക്കുന്നത് നന്നായിരിക്കും. സാധാരണ ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സൊക്കെ വിൽക്കുന്ന കടകളിലോ ഇലക്ട്രോണിക്സ് കടകളിലൊക്കെ കിട്ടും. ഇതിൻ്റെ വില 5 രൂപയായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ബോക്സിൽ വരുന്നത്. ഇതാണ് നമ്മുടെ മെഷീന്. ഈ സ്വിച്ച് ഈ കണ്ടീഷനാണ്. ഇത് ഓഫ് കണ്ടീഷൻ. മുകളിലോട്ടാക്കുമ്പോഴാണ് ഓണ്. ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. രാത്രിയിലൊക്കെ ഉപയോഗിക്കാനാണെങ്കിൽ ഇതാണ് ലൈറ്റിൻ്റെ സ്വിച്ച്. ഇവിടെ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾക്ക് എയർ പ്രഷറിൻ്റെ. ഇതിൻ്റെ സൈസ് പറയാലോ, ഇതാ ഈ ഒരു സൈസേ ഉള്ളൂ. വളരെ ചെറുതാണ്. 10 മിനിറ്റ് ഉപയോഗിച്ചതിന് ശേഷം 15 മിനിറ്റ് റെസ്റ്റ് കൊടുക്കണം. ഇത് കൂളാകാൻ വേണ്ടി. നല്ല രീതിയിൽ ചൂടാകും ഈ സാധനം. ഇവിടെ എഴുതിയിട്ടുണ്ട് മെയ്ഡ് ഇൻ ചൈന എന്ന്. ഇതിന് കൂടെ വരുന്നത് ഈ സൈഡിലാണ് ഇതിൻ്റെ DC. ഇത് വണ്ടിയുടെ DC സോക്കറ്റിൽ കൊടുക്കുക. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. നല്ല ബാറ്ററി കണ്ടീഷനൊക്കെ ഉള്ള വണ്ടിയാണെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ട, ഡയറക്റ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. വണ്ടി ഓൺ ചെയ്യാതെ ഇതിൻ്റെ ഫീമെയിൽ കണക്ടറുള്ള സപ്ലൈ വരുന്ന വണ്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇതെപ്പോഴും ഈ ഭാഗം തുറന്ന് വെച്ചിട്ട് ഉപയോഗിക്കുക. ഇത് ക്ലോസ് ചെയ്ത് വയ്ക്കരുത്. ഇവിടെ ഇതിൻ്റെ എയർ ഇൻടേക്ക് ഫാനൊക്കെ കാണുന്നുണ്ട്, അത് കൂളാകാൻ വേണ്ടിയുള്ള. പിന്നെ ഈ സൈഡിൽ ഞാൻ പറഞ്ഞല്ലോ ലൈറ്റുണ്ട്. ഒരു എത്ര LED ഉണ്ട്? 2, 4, 6 LED ഉണ്ട്. നല്ല ലൈറ്റ് ഉണ്ട്. ഇവിടെ ഡിഫറെൻ്റ് നോസിൽസ് 2 കൊടുത്തിട്ടുണ്ട്. ഇത്ര ലെങ്തേ ഉള്ളൂ കേട്ടോ കേബിളിന്. ഒരു 1.5 അടിയാണ്, 1.5 feet. പിന്നെ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ വരുന്ന നല്ല ടൈറ്റാണല്ലോ നോസിൽസ് ഉണ്ട്. ബലൂൺസിനോ മറ്റുള്ള ഇത് ബോൾസിനൊക്കെ ഫില്ല് ചെയ്യാനുള്ളതാണെന്ന് തോന്നുന്നത്. ഞാനിത് വാങ്ങിക്കാനുള്ള കാരണം ഇത്തരത്തിലുള്ള കണക്ടിവിറ്റി ഉള്ളത്. ഇതിപ്പം ടയറിൻ്റെ നിപ്പിളിൽ ഇങ്ങനെ നമ്മൾ കൊണ്ടുപോയി സ്ക്രൂ ചെയ്യുകയാണ്. ഇതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ ഇതിൻ്റെ വില 900 ആണ്. പല സമയങ്ങളും പല വില വേരി ആകുന്നുണ്ട്. ഓഫറുള്ള സമയങ്ങൾ വാങ്ങിച്ചാൽ 900 rupees കിട്ടും. അതല്ലെങ്കിൽ മറ്റുള്ള സമയങ്ങളിലൊക്കെ 1200, 1300 ആ റേഞ്ചിൽ പോകും ഈ സാധനം. ഇതുണ്ടോ, ഇത് ഇൻസേർട്ട് ചെയ്യുക, സ്ക്രൂ ചെയ്യുക. മറ്റുള്ള ടൈപ്പ് ഉണ്ട്, ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നമ്മൾ സൈക്കിളിൻ്റെയൊക്കെ പമ്പുണ്ടല്ലോ അതുപോലെ പ്രസ് ചെയ്തിട്ട് അമക്കി വെക്കുന്നത്. അതൊരു സുഖമില്ല. അവിടെ പിന്നീട് ലീക്കാകും. അത് ഒരുപാട് കാലം ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും ഒന്നെങ്കിൽ അതിൻ്റെ ലോക്ക് പൊട്ടിപ്പോവും, അല്ലെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യുന്നിടത്ത് ലീക്ക് ഉണ്ടാവും. ഇതാകുമ്പം കുഴപ്പമില്ല. നല്ല കോപ്പർ കണക്ടിവിറ്റിയാണ്. ഇത് ഇൻസേർട്ട് ചെയ്യുക, സ്ക്രൂ ചെയ്യുക. ഇതിൻ്റെ ലെങ്ത് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ വലിയ ടയറൊക്കെ ആണെങ്കിൽ വണ്ടി അതനുസരിച്ച് വീല് റൊട്ടേറ്റ് ചെയ്ത് അതിൻ്റെ നിപ്പിൾ താഴ്ഭാഗത്ത് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യണം. ഈ നോസിൽസ് നമ്മൾക്ക് ബോളും ഇത് ബലൂണിനുള്ളതാണെന്ന് തോന്നുന്നു. ബലൂണ്
ഇത് സാധാരണ ബോൾ, ഫുട്ബോളോ വോളിബോളോ. വാറണ്ടി ഒന്നുമില്ല, വരുമ്പോൾ മാനുഫാക്ചറിങ് ഡിഫക്ട്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇതിന്. അതനുസരിച്ച് വാങ്ങിക്കൊള്ളുക. നമുക്കിനി എയർ ഫില്ല് ചെയ്ത് നോക്കാം. ഇതിൽ വരുന്നത് പ്ലസ് മൈനസ്, പ്രഷർ കൂട്ടാനും കുറയ്ക്കാനും സെൻറ്ററിലെ അതെന്ത് യൂണിറ്റ്സ് ആണ്. നമുക്ക് എന്തായാലും കണക്ട് ചെയ്ത് നോക്കാം. ഞാനൊരു 7Ah ബാറ്ററിയിൽ നിന്നാണ് സപ്ലൈ എടുത്തിരിക്കുന്നത്. ഇപ്പം മെഷീൻ ഓൺ ആയിട്ടുണ്ട്. പവർ കൊടുത്ത ഉടനെ ഇങ്ങനെയാണ്. നമ്മൾ ലൈറ്റ്സ് ഒന്നും ഓണാക്കിയിട്ടില്ല, സ്വിച്ചസ് ഒന്നും ഓണാക്കിയിട്ടില്ല. ഇത് ലൈറ്റിൻ്റെ സ്വിച്ച്, ഇതാണ് എയർ കംപ്രസറിൻ്റെ സ്വിച്ച്. അപ്പോൾ ഈ പ്ലസ് മൈനസ് നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് പ്രഷർ സെറ്റ് ചെയ്യാം. ഈ നടുക്ക് കാണുന്നത് യൂണിറ്റ്സ് ആണ്. ആദ്യം PSI വന്നു. നമുക്കറിയാവുന്ന ഏത് യൂണിറ്റ്സ് ആണോ അത് സെലക്ട് ചെയ്യുക. PSI ആണ് എല്ലാവർക്കും അറിയാവുന്നത്. ബാറുണ്ട്, പിന്നെ KPA ഉണ്ട്, അത് കഴിഞ്ഞ് കിലോഗ്രാം പെർ സെക്കൻഡ് സെൻറ്റിമീറ്റേഴ്സ് ഉണ്ട്. നമ്മൾക്ക് PSI സെറ്റ് ചെയ്തതിന് ശേഷം എത്രയാണ് PSI സെറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു 33 കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വണ്ടി ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്ത് കൊടുക്കുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഇത് ഓൺ ചെയ്യണ്ട, ഡയറക്റ്റ്. ഇപ്പം ടയറിൽ എയർ തീരെ കുറവാണ്. ഇത് നോക്കുക, വളരെ സിമ്പിളാണ്. അതിന് നേരെ വെച്ച് തുടക്കത്തിൽ കുറച്ച് ലീക്കാവും, അതൊന്ന് സെറ്റായി വരാൻ വേണ്ടി അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾക്ക് ഇപ്പം ടയറിലുള്ള റീഡിങ് ഇവിടെ കാണിക്കും. നമ്മൾ കണക്ട് ചെയ്തപ്പം ടയറിൽ എന്താണ് പ്രഷർ ഉള്ളത് അതിവിടെ കാണിക്കും. 6 PSI ആണുള്ളത്, അതായത് ഒട്ടുമില്ല, എയറില്ല. ഇനി നമ്മൾക്ക് ഇതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്ത് കൊടുക്കാം. ഇതാണ് കംപ്രസറിൻ്റെ സ്വിച്ച്. ഒരുവിധം സൗണ്ടുണ്ട് ഈ സംഭവത്തിന്. എന്നാലും നല്ല ഫാസ്റ്റായിട്ട് കയറുന്നുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. ഏകദേശം ഒരു 30 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്കൊരു ടയർ ഫില്ലാകും. 12 13 ഈ ഭാഗം തുറന്നിരിക്കണം. ഇവിടെ നിന്നാണ് ഇതിൻ്റെ എയർ വലിക്കുന്നത്, അതായത് അതിൻ്റെ ഫാൻ വർക്കാകുന്നത്. അത് കൂളാകണമല്ലോ. ഇത് ലൈറ്റായിട്ട് ചൂടാകുന്നുണ്ട് ഈ കേബിള്. ഇതെത്രയാണോ സെറ്റ് ചെയ്തത് ആ സെറ്റ് പോയിൻ്റ് വരുമ്പം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാകും. നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. മുപ്പത്തിമൂന്നായി, സംഭവം ഓഫായി. ഇനി നമ്മൾക്കിത് റിമൂവ് ചെയ്യാം. കേബിൾ ചൂടായിട്ടുണ്ട് ചെറുതായിട്ട്. റിമൂവ് ചെയ്യുമ്പോൾ പെട്ടെന്ന് റിമൂവ് ചെയ്യണം. ഇവിടെ ഇപ്പം ചെറിയൊരു ലെയർ ലീക്കാവും. അപ്പം നിങ്ങൾക്ക് 33 അടിക്കണമെങ്കിൽ 33.5 സെറ്റ് ചെയ്യുക. എപ്പോഴും ഒരു 0.5 കൂടുതൽ സെറ്റ് ചെയ്യുക. മൊത്തത്തിൽ ചെറിയൊരു ചൂടുണ്ട്, ഒരുവിധം സൗണ്ടും ഉണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മൊത്തത്തിൽ ചെറിയൊരു ചൂടേ ഉള്ളൂ. ഓരോ ടയർ ഫില്ല് ചെയ്താലൊന്നും ചൂടൊന്നും ആകത്തൊന്നുമില്ല. നമ്മൾക്ക്
10 മിനിറ്റൊന്നും വേണ്ട, നമ്മൾക്കിപ്പോൾ ഒരു 30 സെക്കൻഡും കൊണ്ട് തന്നെ നമ്മളൊരു ടയർ ഫില്ലായി. പിന്നെ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. റബ്ബർ ട്യൂബ് അകത്ത്, അതിന് പുറമെ നൈലോണിൻ്റെ കവറിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പെട്ടെന്ന് വർക്കാകാതെ പോവുകയാണെങ്കിൽ, അതോ നിങ്ങൾ ഉപയോഗിക്കുമ്പം ചില ദിവസങ്ങൾ വർക്കായില്ലെങ്കിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് റൊട്ടേറ്റ് ചെയ്യുക, ഇതൊന്നും മിസ് ചെയ്യരുത്. ഇതിനകത്ത് ഇങ്ങനെ ഇടുക. ഇതാണ് ഇതിൻ്റെ ഫ്യൂസ്, 10 ആംസിൻ്റെ ഫ്യൂസാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലൊരു സ്പ്രിങ്ങും ഉണ്ട്, ഇത് മിസ് ചെയ്യരുത്. പിന്നെ ഈ സാധനം പോയി അതിൻ്റെ ഉള്ളിൽ ലോക്കായിരിക്കത്തില്ല. ആദ്യം സ്പ്രിങ് ഇടുക, പിന്നെ ഫ്യൂസ് എടുത്തിടുക, പിന്നെ ഈ അഴിച്ചു മാറ്റിയ സംഭവം ഇടുക. ഇത്രയേ ഉള്ളൂ, വർക്ക് ആയില്ലെങ്കിൽ. അതേപോലെ തന്നെ 2-3 പ്രാവശ്യം ഫ്യൂസ് മാറ്റിയിട്ടും പിന്നീട് ഫ്യൂസ് പോവുകയാണെങ്കിൽ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. പൈപ്പൊക്കെ ബ്ലോക്ക് ആയിരിക്കുകയാണോ, പുറമേ ഉള്ള ചെക്കിങ്ങൊക്കെ. പിന്നീട് നിങ്ങൾക്ക് കുറച്ച് പണിയൊക്കെ അറിയാമെങ്കിൽ സംഭവം തുറന്ന് നോക്കുക. അപ്പോൾ നല്ല ഒരു റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഈ ഒരു നോസിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ നിങ്ങളുടെ റിസ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളുക. നോ വാറണ്ടി നോ ഗ്യാരണ്ടി.